നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ എപ്പോഴും കയ്യിലില്ലാതെ ഒരു ജീവിതത്തിനെ കുറിച്ച് ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രെയിൻ യാത്ര പോയി. അപ്പോഴാണ് മൊബൈൽ ഫോണിൽ എന്തുമാത്രം ആയി യുവജന തലമുറ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു, അതിൽ ലയിച്ചു പോയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിനെപ്പറ്റിയുള്ള സംസാരമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്ര പോകേണ്ട ആവശ്യമുണ്ടായി. എല്ലാവർക്കും അറിയുന്നത് പോലെ ട്രെയിൻ വരുവാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ കുറേ അധികം സമയം കാത്തിരിക്കേണ്ടി വന്നു. എനിക്ക് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫോണൊന്നും നോക്കാറില്ല, പക്ഷേ ഞാൻ പരിസരം നിരീക്ഷിക്കാറുണ്ട്. എൻ്റെ കൂടെയുള്ള മകളും എൻ്റെ തൊട്ടടുത്തായി വേറൊരു ഒരു 10-20 വയസ്സുള്ള ഒരു യുവാവും ഇരിപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മൊബൈൽ ഫോണിൽ തന്നെയാണ് നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ അടുത്തിരുന്ന മകളോട് ചോദിച്ചു, എന്താണ് ഈ മൊബൈൽ ഫോണിൽ തന്നെ എന്താണ് ഇത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ട്രെയിൻ വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വരുന്ന കാര്യം അവർ പല പ്രാവശ്യമായി അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം അനൗൺസ് ചെയ്യുന്നു. ട്രെയിൻ ലേറ്റ് ആണെന്ന് പറയുന്നു. അതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റും ഇന്ന ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നു. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ട്രെയിൻ വരുന്ന കാര്യം ഇതിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഫോണിൽ നോക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊന്നും സംസാരിച്ചില്ല. ആ കുട്ടി വീണ്ടും വീണ്ടും ഫോണിൽ തന്നെ നോക്കി ഇരിക്കുകയാണ്. അതിന് പരിസരത്തുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. പരിസരത്ത് അടുത്താരാ ഇരിക്കുന്നതെന്നോ അതുവഴി ആര് പോകുന്നെന്നോ ട്രെയിൻ വരുന്നുണ്ടോ ഇതൊന്നും ഒരു ശ്രദ്ധയുമില്ല. ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യുവജന തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അതിനാൽ തന്നെ ഞാൻ മിണ്ടാതിരുന്നു. തൊട്ടടുത്തിരിക്കുന്ന യുവാവിനെ നോക്കി. ആ യുവാവാകട്ടെ ഫോണിൽ തന്നെ വർത്തമാനം പറയുകയാണ്, ആരോടോ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. ഇയാൾക്കും ഞാൻ പോകുന്ന വഴി തന്നെയാണ് ട്രെയിനിന് പോകാൻ നോക്കി ഇരിക്കുകയാണ്. ട്രെയിൻ ഞാൻ പറഞ്ഞു, ഞാനും ആ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്, എനിക്കും അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടു. പിന്നീട് കണ്ടിന്യൂസ് ആയി ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു അനൗൺസ്മെന്റ് വന്നു. ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ടിക്കറ്റിൻ്റെ ട്രെയിൻ അല്ലാതെ വേറൊരു ട്രെയിൻ വരുന്നു ഉടനെ തന്നെ. അത് സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പം ഈ സ്പെഷ്യൽ ട്രെയിൻ വരുന്ന കാര്യം ഇൻഫർമേഷൻ സെൻറ്ററിലും പറഞ്ഞിട്ടില്ല, അതിൻ്റെ ടിക്കറ്റും തന്നിട്ടില്ല. അത് സ്പെഷ്യൽ ട്രെയിൻ വരുന്നതാണ്, ഉടനെ തന്നെ വരും. അതിനെ പറ്റിയുള്ള പ്രത്യേകമായ അറിയിപ്പാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അതിൽ ഒരു കാര്യം അവർ എടുത്തെടുത്ത് പറയുന്നു, ഞങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടിക്കറ്റാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്യാനാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ ഇരിക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യമായി അനൗൺസ്മെൻറ്റിൽ എടുത്തെടുത്ത് പറയുന്നു, ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ട്രെയിനിൻ്റെ ഏറ്റവും മുന്നിലാണ്. സാധാരണയായി എല്ലാ ട്രെയിനുകളിലും ജനറൽ കമ്പാർട്ട്മെൻറ്റ് പുറകിലാണ് ഉണ്ടാകുക. അതിനാൽ തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുവാനായി പുറകുവശത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായി എടുത്തെടുത്തവർ പറയുന്നു, വരുന്ന ട്രെയിൻ സ്പെഷ്യൽ ട്രെയിനാണ്, അതിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൻ്റെ മുൻഭാഗത്താണ് ഉള്ളത്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇത് പല പ്രാവശ്യമായി ഇവർ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. പക്ഷേ എനിക്ക് പുറകുവശത്ത് നിന്നും ട്രെയിനിൻ്റെ അത്രയും ദൂരം മുൻവശത്തേക്ക് നടക്കാൻ ഉള്ള ആരോഗ്യം ഇല്ലാത്തതിനാൽ
ഞാൻ കരുതി ആ ട്രെയിൻ പോകട്ടെ, എനിക്ക് അടുത്ത ട്രെയിനിന് എൻ്റെ ടിക്കറ്റിന് ഉള്ളതിന് പോയാൽ മതി എന്ന് കരുതി ഞാൻ അവിടെ അനങ്ങാതെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ വന്നു പ്ലാറ്റ്ഫോമിൽ നിന്നു. അപ്പോഴാണ് മുന്നിലിരുന്ന യുവാവ് ശ്രദ്ധിക്കുന്നത്, ഒരു ട്രെയിൻ വന്ന് മുന്നിൽ നിന്നല്ലോ. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള മകളും അതാണ് ശ്രദ്ധിച്ചത്, ഏതാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, കോട്ടയം പോകുന്നതാണ് ട്രെയിന്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഇത് നമുക്ക് പോകാനുള്ള ആണല്ലോ, അതിൽ കയറാൻ. ഞാൻ പറഞ്ഞു, അതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒന്നേ ഉള്ളൂ, അത് ഏറ്റവും ഫ്രണ്ടിലാണ്. അതറിഞ്ഞപ്പോൾ കേട്ട്, ഞാൻ കേട്ടില്ലല്ലോ ഇയാൾ പറഞ്ഞു. അതെങ്ങനെ കേൾക്കാനാണ്? ഇയാൾ ഏത് നേരവും ഫോണിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനൗൺസ്മെൻ്റ് ഒന്നും കേട്ടതേ ഇല്ല. അത് ഞാൻ പറഞ്ഞു, ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇതിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് മുന്നിലാണ്. ട്രെയിൻ അങ്ങ് മുന്നിൽ പോയി അവിടം വരെ എനിക്ക് പോകാൻ പറ്റില്ല. എങ്കിൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് ഓടി. അത് യുവാവായതുകൊണ്ട് അയാൾക്ക് ട്രെയിനിൻ്റെ അത്രയും നീളത്തിൽ ഓടിപ്പോയി. അതിൽ കയറി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ കയറിപ്പോയി. അപ്പോൾ കൂടെ ഇരുന്ന മകളും അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു ട്രെയിൻ വന്ന് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, യുവജന തലമുറ ഇത് മൊബൈൽ ഫോണിൽ അതിനു മാത്രം അഡിക്റ്റ് ആയിപ്പോയി. പരിസര ബോധം ഇല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരിണാമമാണ് ഞാൻ അവിടെ കണ്ടത്. ഇതുപോലെ ആണ് മറ്റെല്ലാ സന്ദർഭങ്ങളിലും നടക്കുന്നത്. പബ്ലിക് പ്ലേസുകളിലാവട്ടെ, റോഡിൽ കൂടെ പോകുമ്പോഴാട്ടെ, ട്രെയിൻ കയറാനിരിക്കുമ്പോഴാട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടെ, പബ്ലിക് സ്ഥലങ്ങളിൽ കൂടെ നടക്കുമ്പോഴാകട്ടെ, ഈ മൊബൈൽ ഫോണിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പരിസരത്തുള്ള ഒരു കാര്യങ്ങളും തന്നെ ഈ യുവജന തലമുറ അറിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും ആയിട്ട് മൊബൈൽ ഫോണിൽ അഡിക്റ്റായി പഴയ തലമുറ അത്രയായി ഉപയോഗിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലാവുന്നു. കാരണം ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. അനൗൺസ്മെൻറ്റ് കേൾക്കും, അതിലെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കും, വരുന്ന ട്രെയിനുകളെ ശ്രദ്ധിക്കും. അങ്ങനെയാണ് കണ്ടത്. പക്ഷേ യുവതലമുറ ഇങ്ങനെ ഫോണിൽ അകത്ത് ലയിച്ച് പോയിരിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.